ബീഹാറിൽ നടന്ന അട്ടിമറിയുടെ അന്വേഷണത്തിലാണ് രാഹുൽ ഗാന്ധി. ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന സൂചനകൾ രാഹുൽ ക്യാമ്പ് നൽകുന്നുണ്ട്. വലിയ ബോംബാണ് ഇക്കുറി രാഹുൽ പൊട്ടിക്കാൻ പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ BJP രാഹുൽ ഗാന്ധി അകത്താക്കാനുള്ള വഴികൾ തേടുകയാണ്. എന്താണ് പോംവഴി എന്ന് തലപുകഞ്ഞ് ആലോചിച്ച BJP ലാൻഡ് ചെയ്തത് പഴയ നാഷണൽ ഹെറാൾഡ് കേസിൽ തന്നെയാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരം മുട്ടിച്ചാൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളം, ബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ്. ഇവിടെ ഒരിടത്തും BJPക്ക് നേരിയ പ്രതീക്ഷ പോലുമില്ല. പിന്നെയും ഒരു സാധ്യത കൽപ്പിക്കുന്നത് ബംഗാളിലാണ്. രാഹുൽ തെളിവുകൾ പുറത്തുവിട്ടാൽ ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുമെന്ന തിരിച്ചറിവിൽ അകത്താക്കാനുള്ള വഴികളാണ് BJP തേടുന്നത്. കേസിൽപ്പെടുത്തിയാൽ 2 ഗുണങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്താം, പറ്റിയാൽ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാം. അതുകൊണ്ട് BJP പിടിമുറുക്കിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പുതിയ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസ് ഫയൽ ചെയ്തത്. സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ മറ്റ് 6 വ്യക്തികളെയും ബിസിനസ് കമ്പനികളെയും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിനെ വഞ്ചനാപരമായി വാങ്ങാനുള്ള ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ, മറ്റ് 3 വ്യക്തികൾ, അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ, ഡോട്ടെക്സ് മെർച്ചന്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികൾ എന്നിവയ്ക്കെതിരെയും FIRൽ പരാമർശമുണ്ട്. അതേസമയം നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം പരിഗണിക്കുന്നത് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി മാറ്റിവെച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് FIR പുറത്തു വന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ഉൾപ്പെട്ട വാദം കേട്ട ശേഷം വിധി ഡിസംബർ 16 മാറ്റിയിട്ടുണ്ട്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ 2012 പരാതിയിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ്സിന്റെ സുഹൃത്തുക്കൾ ദുരുപയോഗം ചെയ്തതായി ആരോപിച്ചാണ് അന്വേഷണം. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 38% ഓഹരികൾ വീതമുള്ള യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വായ്പകൾ ഉപയോഗിച്ച് 50 ലക്ഷം രൂപയ്ക്ക് 2000 കോടിയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും വ്യാജ വാടക രസീതുകളും വ്യാജ ഇടപാടുകളും ഇതിൽ ഉൾപ്പെട്ടുവെന്നും ED ആരോപിക്കുന്നുണ്ട്. PMLA സെക്ഷൻ 44, 45 എന്നീ കുറ്റപത്രങ്ങളിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സാം പിട്രോഡ, സുമൻ ദുബെ, പരേതനായ മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ് തുടങ്ങിയവർ ഉൾപ്പെടുന്നുണ്ട്. വഞ്ചനയ്ക്കുള്ള 420, വിശ്വാസവഞ്ചനയ്ക്കുള്ള 406 തുടങ്ങിയ IPC കുറ്റകൃത്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. ഈ കേസുകളിൽ അറസ്റ്റുകളിലേക്ക് അടക്കം കടക്കാനാണ് BJP അന്വേഷണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയത് നമ്മൾ കണ്ടു. അതേ വഴിയാണ് ഇപ്പോഴും BJP തേടുന്നത്. ഡൽഹി കോടതിയിലാണ് ഹെറാൾഡ് കേസ് ചൂട് പിടിച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശപ്രകാരം കോൺഗ്രസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് തെളിവുകൾ സഹിതം ED ഡൽഹി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സോണിയയും രാഹുലും 76% ഓഹരികൾ കൈവശം വെച്ചിരുന്ന യങ് ഇന്ത്യൻ എന്ന കമ്പനി രൂപീകരിച്ച് കോൺഗ്രസിൽ നിന്ന് എടുത്ത 90 കോടി രൂപ വായ്പയ്ക്കായി അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡിന്റെ ആസ്തികൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതായിട്ടാണ് ED പറയുന്നത്. സോണിയാഗാന്ധിയെയും രാഹുലിനെയും പ്രതികളാക്കി ഉൾപ്പെടുത്തിയ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹിയിലെ പ്രത്യേക കോടതി ഇനി ദിനം പ്രതി വാദം കേൾക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാസങ്ങളെടുത്ത് നടക്കേണ്ട നിയമ നടപടി ഇനി ദിവസം തോറും എന്നാകുമ്പോൾ കേസിലെ നടപടികൾക്ക് ഇരട്ടി വേഗമാണ് കൈവരുന്നത്.